ഹലോ നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കുന്നത് മാർച്ച് 15 മുതൽ 31 വരെയുള്ള കറണ്ട് അഫയേഴ്സ് ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. മലയാറ്റൂർ ട്രസ്റ്റിൻ്റെ മലയാറ്റൂർ പുരസ്കാരം സാറ ജോസഫിൻ്റെ എസ്തർ എന്ന നോവലിന് ലഭിച്ചു. മലയാറ്റൂർ ട്രസ്റ്റിൻ്റെ മലയാറ്റൂർ പുരസ്കാരം സാറ ജോസഫിൻ്റെ എസ്തർ എന്ന നോവലിന് ലഭിച്ചു. എസ്തർ എന്നത് ഒരു നോവലാണ്. യുവ എഴുത്തുകാർക്കുള്ള പുരസ്കാരത്തിന് രജനി സുരേഷിൻ്റെ വള്ളുവനാടൻ വിഷുക്കുടുക്ക എന്ന കൃതി അർഹമായി. അപ്പോൾ വള്ളുവനാടൻ വിഷുക്കുടുക്ക എന്ന കൃതി എഴുതിയതാരാണ്? രജനി സുരേഷാണ്. വള്ളുവനാടൻ വിഷുക്കുടുക്ക രജനി സുരേഷിൻ്റെ കൃതിയാണ് വള്ളുവനാടൻ വിഷുക്കുടുക്ക. അപ്പോൾ ഈ രണ്ട് പുരസ്കാരങ്ങളും നോക്കി വെച്ചേക്കാം. അടുത്തത് ഒരു ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട ന്യൂസാണ്. വനിതാ ക്രിക്കറ്റിലെ അതിവേഗമേറിയ പന്ത് ബൗൾ ചെയ്തതിന്റെ റെക്കോർഡ് ദക്ഷിണാഫ്രിക്കൻ താരം ഷബ്നീം ഇസ്മായിലിന്. ദക്ഷിണാഫ്രിക്കൻ താരമാണ് ഇദ്ദേഹം, ഷബ്നീം ഇസ്മായിലാണ്. എന്ത് പുരസ്കാരം അല്ലെങ്കിൽ എന്ത് റെക്കോർഡാണ്? വനിതാ ക്രിക്കറ്റിലെ അതിവേഗമേറിയ പന്ത് ബൗൾ ചെയ്തതിന്റെ റെക്കോർഡ് ദക്ഷിണാഫ്രിക്കൻ താരം ഷബ്നീം ഇസ്മായിലിന് ലഭിച്ചു. ഇന്ത്യൻ വനിതാ പ്രീമിയർ ലീഗിൽ ഡൽഹി ക്യാപിറ്റൽസിനെതിരായ മത്സരത്തിലാണ് 132.1 km/h വേഗത്തിൽ പന്തെറിഞ്ഞിട്ടാണ് മുംബൈ ഇന്ത്യൻസ് താരം റെക്കോർഡിട്ടത്. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കറണ്ട് അഫെയർ ആണ്, നോക്കി വെച്ചേക്കാം. എന്നാ പേര്? ഷബ്നീം ഇസ്മായിൽ എന്നാണ് താരത്തിന്റെ പേര്. രാജ്യത്തെ ആദ്യ അണ്ടർ വാട്ടർ മെട്രോ ടണലായ കൊൽക്കത്തയിലെ ഹൂഗ്ലി നദിയിലെ അണ്ടർ വാട്ടർ മെട്രോ ടണൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. എവിടെയാണ് അണ്ടർ വാട്ടർ മെട്രോ ടണൽ ഉള്ളത്? ഹൂഗ്ലി നദിയിലാണ്, കൊൽക്കത്തയിലാണ്. രാജ്യത്തെ ആദ്യ അണ്ടർ വാട്ടർ മെട്രോ ടണലായ കൊൽക്കത്തയിലെ ഹൂഗ്ലി നദിയിലെ അണ്ടർ വാട്ടർ മെട്രോ ടണൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി. ചെക്ക് റിപ്പബ്ലിക്കിന്റെ ക്രിസ്റ്റീന പിസ്കോവയ്ക്ക് 71ാം മിസ് വേൾഡ് സൗന്ദര്യ കിരീടം. എന്താണ്? ചെക്ക് റിപ്പബ്ലിക്കിന്റെ ക്രിസ്റ്റീന പിസ്കോവയ്ക്ക് 71ാം മിസ് വേൾഡ് സൗന്ദര്യ കിരീടം ലഭിച്ചു. ലെബനന്റെ യസ്മിന സെയ്മൻ ആണ് രണ്ടാം സ്ഥാനം നേടിയത്. ലെബനന്റെ യസ്മിന സെയ്മൻ ആണ് രണ്ടാം സ്ഥാനം നേടിയിട്ടുള്ളത്. ഇന്ത്യൻ പ്രതിനിധിയായിട്ടുള്ള സിനി ഷെട്ടിക്ക് ടോപ്പ് 4-ൽ ഇടം നേടാൻ സാധിച്ചിട്ടില്ല. ഒന്നുകൂടി ഓർത്തുവയ്ക്കുക, ചെക്ക് റിപ്പബ്ലിക്കിന്റെ ക്രിസ്റ്റീന പിസ്കോവയ്ക്കാണ് 71ാം മിസ് വേൾഡ് സൗന്ദര്യ കിരീടം ലഭിച്ചിട്ടുള്ളത്. അടുത്തത്, ലോകാരോഗ്യ സംഘടന വയോജന സൗഹൃദ നഗരമായി പ്രഖ്യാപിച്ച ദക്ഷിണേന്ത്യയിലെ ആദ്യ നഗരമായി കൊച്ചി. എന്താണ്? ലോകാരോഗ്യ സംഘടന വയോജന സൗഹൃദ നഗരമായി പ്രഖ്യാപിച്ച ദക്ഷിണേഷ്യയിലെ ആദ്യത്തെ നഗരം ഏതാണ്? കൊച്ചിയാണ്. ഇന്ത്യയുടെ ആദ്യ വിന്റർ ആർട്ടിക് പര്യവേഷണത്തിൽ പങ്കാളിയാകുന്ന കേരളത്തിൽ നിന്നുള്ള സർവകലാശാലയാണ് മഹാത്മാഗാന്ധി സർവകലാശാല. എവിടെയാണ്? കോട്ടയത്താണ്. ഇന്ത്യയുടെ ആദ്യ വിന്റർ ആർട്ടിക് പര്യവേഷണത്തിൽ പങ്കാളിയാകുന്ന കേരളത്തിൽ നിന്നുള്ള സർവകലാശാലയാണ് മഹാത്മാഗാന്ധി സർവകലാശാല. ഇന്ത്യയിൽ ജില്ലാ പഞ്ചായത്ത് തലത്തിൽ കാർബൺ ന്യൂട്രൽ റിപ്പോർട്ട് പുറത്തുവിടുന്ന ആദ്യത്തെ ജില്ല ഏതാണ്? വയനാടാണ്. ഇന്ത്യയിൽ ജില്ലാ പഞ്ചായത്ത് തലത്തിൽ കാർബൺ ന്യൂട്രൽ റിപ്പോർട്ട് പുറത്തുവിടുന്ന ആദ്യ ജില്ല ഏതാണ്? വയനാടാണ്. ഇത് ചോദിക്കാൻ 100% ചാൻസുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അടുത്തത്, ലക്ഷദ്വീപിലെ മിനിക്കോയിൽ പ്രവർത്തനം ആരംഭിക്കുന്ന ഇന്ത്യയുടെ പുതിയ നാവികത്താവളമാണ് INS ജഡായു. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലക്ഷദ്വീപിലെ മിനിക്കോയിലാണ് പ്രവർത്തനം ആരംഭിക്കുന്നത്. ഇന്ത്യയുടെ പുതിയ നാവികത്താവളം ഏതാണ്? INS ജഡായു. എവിടെയാണ്? ലക്ഷദ്വീപിലെ മിനിക്കോയിലാണ്. അഗ്നി 5 ഭൂഖണ്ഡാന്തര ആണവ ബാലിസ്റ്റിക് മിസൈലിന്റെ പരിഷ്കരിച്ച പതിപ്പ് ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ചു. എന്താണ് അതിന്റെ പേര്? മിഷൻ ദിവ്യാസ്ത്ര. എന്തിന്റെ പരിഷ്കരിച്ച പതിപ്പാണ്? അഗ്നി 5, അഗ്നി 5 ഭൂഖണ്ഡാന്തര ആണവ ബാലിസ്റ്റിക് മിസൈലിന്റെ പരിഷ്കരിച്ച പതിപ്പ് ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ചു. മിഷൻ ദിവ്യാസ്ത്ര എന്നായിരുന്നു പരീക്ഷണത്തിന്റെ പേര്. മിഷൻ ദിവ്യാസ്ത്ര, മറന്നു പോകരുത്. ലോകത്തിലെ ഏറ്റവും നീളമുള്ള ഇരട്ടപ്പാത തുരങ്കമായ സെലാതുരങ്കം ഒന്നുകൂടി പറയാം. ലോകത്തെ ഏറ്റവും നീളമുള്ള ഇരട്ടപ്പാത തുരങ്കമായ സെലാതുരങ്കം അരുണാചൽ പ്രദേശിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. ലോകത്തിലെ ഏറ്റവും നീളമുള്ള ഇരട്ടപ്പാതയാണ് കേട്ടോ. ഇരട്ടപ്പാത തുരങ്കമാണ്. എന്താ പേര്? സെലാതുരങ്കം. അരുണാചൽ പ്രദേശിൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ ആദ്യ 8 വരി എലിവേറ്റഡ് ഹൈവേ പേരെന്താണ്? ദ്വാരക എക്സ്പ്രസ് വേ ആണ്. ഓക്കെ, രാജ്യത്തെ ആദ്യ 8 വരി എലിവേറ്റഡ് ഹൈവേ പേര് ദ്വാരക എക്സ്പ്രസ് വേ പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിക്കുകയുണ്ടായി. അടുത്തതൊരു കൃതിയാണ്. അമൃത പ്രീതം അക്ഷരങ്ങളുടെ നിഴലിൽ എന്ന പുസ്തകത്തിന്റെ പരിഭാഷയ്ക്ക് PK രാധാമണിക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചു. എന്താണ് കൃതി? അമൃത പ്രീതം അക്ഷരങ്ങളുടെ നിഴലിൽ എന്ന പുസ്തകത്തിന്റെ പരിഭാഷയ്ക്കാണ് PK രാധാമണിക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. അടുത്തത് ഓസ്കാർ വിശേഷങ്ങളാണ്. ഓസ്കാർ പുരസ്കാരങ്ങൾ. 96ാമത് ഓസ്കാറിന്റെ ഡീറ്റെയിൽസ് ആണ് പറയുന്നത്. 96ാമത് ഓസ്കാർ അവാർഡിൽ 7 പുരസ്കാരങ്ങളുമായി ഓപ്പൺഹൈമർ
മികച്ച ചിത്രത്തിനടക്കം ഒരുപാട് 7 പുരസ്കാരങ്ങളാണ് ഓപ്പൺഹൈമർ നേടിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ 96ാമത് ഓസ്കാർ അവാർഡിൽ 7 പുരസ്കാരങ്ങളുമായി ഓസ്കാറാണ് 96ാമത്തെ ഓസ്കാറാണ് 7 പുരസ്കാരങ്ങളുമായി ഓപ്പൺഹൈമർ. മികച്ച ചിത്രം, മികച്ച സംവിധായകൻ, മികച്ച നടൻ, മികച്ച സഹനടൻ തുടങ്ങി 7 പുരസ്കാരങ്ങളാണ് ഓപ്പൺഹൈമർ നേടിയിട്ടുള്ളത്. ഓക്കെ, ഒന്നുകൂടി ഈ പേര് ശ്രദ്ധിക്കുക, ഓപ്പൺഹൈമർ എന്നുള്ള പേര് ഓർത്ത് വയ്ക്കുക. 96ാമത് ഓസ്കാർ അവാർഡിൽ 7 പുരസ്കാരങ്ങളാണ് ഓപ്പൺഹൈമറിന് ലഭിച്ചത്. ഏതൊക്കെ പുരസ്കാരങ്ങളാണ്? മികച്ച ചിത്രം ഓപ്പൺഹൈമർ ആണ്, അതിന്റെ സംവിധായകൻ ക്രിസ്റ്റഫർ നോളൻ ആണ്, മികച്ച നടനായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത് കിലിയൻ മർഫിയാണ്, മികച്ച സഹനടൻ റോബർട്ട് ഡൗണി ജൂനിയർ. ചിലപ്പോൾ നമ്മളോട് ചോദിക്കുക മികച്ച സഹനടനുള്ള ഓസ്കാർ പുരസ്കാരം ലഭിച്ചത് ആർക്കെന്നായിരിക്കും ചോദിക്കുക. മറക്കല്ലേ, റോബർട്ട് ഡൗണി ജൂനിയർ ആണ് മികച്ച സഹനടനായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. ഇനി മറ്റ് പുരസ്കാരങ്ങളും കൂടി നോക്കാം. മികച്ച നടി എമ്മ സ്റ്റോൺ ആണ് തെരഞ്ഞെടുക്കപ്പെട്ടത്. മികച്ച നടിയായി തെരഞ്ഞെടുക്കപ്പെട്ടത് എമ്മ സ്റ്റോൺ ആണ്. പുവർ തിങ്സ് എന്നതിലെ അഭിനയത്തിനാണ് എമ്മ സ്റ്റോണിന് മികച്ച നടിയായിട്ടുള്ള പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. ഇനി മികച്ച സഹനടി ആരാണ്? ഡിവൈൻ ജോയ് റാൻഡോൾഫ് ആണ്. ഡിവൈൻ ജോയ് റാൻഡോൾഫ്. ഡിവൈൻ സഹനടി ഡിവൈൻ ജോയ് റാൻഡോൾഫ് ആണ്. ഇനി ആ പുരസ്കാരങ്ങളുടെ ചിത്രങ്ങൾ താഴെ കൊടുത്തിട്ടുണ്ട്. അടുത്തത് മലയാളിയായ AS രാജീവ് കേന്ദ്ര വിജിലൻസ് കമ്മീഷണറായി നിയമിതനായി. മലയാളിയായ AS രാജീവ് കേന്ദ്ര വിജിലൻസ് കമ്മീഷണറായി നിയമിതനായി. മലയാളിയായ AS രാജീവ് ആണ് കേന്ദ്ര വിജിലൻസ് കമ്മീഷണറായിട്ട് നിയമിതനായിട്ടുള്ളത്. AS രാജീവ് ആണ്. ASR കണ്ടോ, കേന്ദ്രത്തിൽ AS രാജീവ് കേന്ദ്ര വിജിലൻസ് കമ്മീഷണറായി നിയമിതനായി. വനിതാ ശിശുക്ഷേമ വകുപ്പ് വനിതാ രത്ന പുരസ്കാരത്തിന് അർഹനായവർ ആരൊക്കെയാണ്? ട്രീസ ജോളി, ജിലുമോൾ മാരിയറ്റ് തോമസ്, അന്നപൂർണി സുബ്രഹ്മണ്യം, വിജി പെൺകൂട്ട് എന്നിവർ അർഹരായി. ഒന്നുകൂടി പറയാം, വനിതാ ശിശുക്ഷേമ വകുപ്പിന്റെ വനിതാ രത്ന പുരസ്കാരത്തിന് ട്രീസ ജോളി, ജിലുമോൾ, അന്നപൂർണി, വിജി എന്നിവർ അർഹരായി. ഈ 4 പേരും ഒന്ന് ജസ്റ്റ് ഓർത്ത് വെച്ചേക്കാം. അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയറിനാണ്. കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷണർ അരുൺ ഗോയൽ രാജിവെച്ചു. കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷണർ അരുൺ ഗോയൽ രാജിവെച്ചു. ഇന്ത്യയിലെ ആദ്യത്തെ AI അധിഷ്ഠിത എൻട്രൻസ് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ് സ്ഥാപിച്ചിട്ടുള്ളത്? എജ്യൂപോർട്ട് മലപ്പുറത്ത് പ്രവർത്തനം ആരംഭിച്ചു. ഇത് മലപ്പുറത്തുള്ള ഒരു കറണ്ട് അഫയർ ആണ്. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ AI അധിഷ്ഠിത എൻട്രൻസ് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് മലപ്പുറം എജ്യൂപോർട്ടാണ്. ഓക്കെ, ഫെബ്രുവരിയിലെ മികച്ച കളിക്കാരനുള്ള അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിന്റെ സ്റ്റാർ ഓഫ് ദ മന്ത് പുരസ്കാരം ഇന്ത്യൻ താരം യശസ്വി ജയ്സ്വാളിന് ലഭിച്ചു. ഫെബ്രുവരിയിലാണ് സ്റ്റാർ ഓഫ് ദ മന്ത് പുരസ്കാരം, ക്രിക്കറ്റ് കൗൺസിലിന്റെ പുരസ്കാരമാണ് ഇന്ത്യൻ താരം യശസ്വി ജയ്സ്വാളിന് ലഭിക്കുകയുണ്ടായി. കേരള സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള OTT പ്ലാറ്റ്ഫോം സി സ്പേസ് നിലവിൽ വന്നു. OTT പ്ലാറ്റ്ഫോമിന്റെ പേരെന്താണ്? സി സ്പേസ്. ആരുടെ ഉടമസ്ഥതയിലാണ്? കേരള സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള OTT പ്ലാറ്റ്ഫോം സി സ്പേസ് നിലവിൽ വന്നു. രാജ്യത്തെ ആദ്യ സർക്കാർ OTT സംരംഭമാണെന്ത്? സി സ്പേസ്. നെതർലാൻഡിലെ ഇറസ്മിയാനം ഫൗണ്ടേഷൻ നൽകുന്ന 2024 ഇറാസ്മസ് പ്രൈസ് ഇന്ത്യൻ ഇംഗ്ലീഷ് എഴുത്തുകാരനായ അമിതാഭ് ഘോഷിനാണ് ലഭിച്ചിട്ടുള്ളത്. നെതർലാൻഡിന്റെ ഇറസ്മിയാനം ഫൗണ്ടേഷൻ നൽകുന്ന 2024 ഇറാസ്മസ് പ്രൈസ് ഇന്ത്യൻ ഇംഗ്ലീഷ് എഴുത്തുകാരനായിട്ടുള്ള അമിതാഭ് ഘോഷിന് ലഭിച്ചു. അടുത്തത് കുറച്ച് വിയോഗങ്ങളാണ്. തിരക്കഥാകൃത്തും ഡോക്യുമെന്ററി സംവിധായകനുമായിട്ടുള്ള നിസാം റാവുത്തർ അന്തരിച്ചു. പ്രശസ്ത ചലച്ചിത്രകാരൻ ദലിത് ബന്ധു NK ജോസ് അന്തരിച്ചു. മുതിർന്ന മാധ്യമപ്രവർത്തകൻ സുരേന്ദ്ര ബാബു അന്തരിച്ചു. അതത്ര 3 ഇമ്പോർട്ടൻ്റ് അല്ല, പക്ഷെ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നോക്കിയേക്കാം, നന്നായിട്ട് പഠിക്കാം. താങ്ക് യു സോ മച്ച്.